ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആതിരയെ അധിക്ഷേപിച്ച് ബിനു വാഴമുട്ടം. പാസ്റ്ററുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെയാണ് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. തന്റെ പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ബ്രാഹ്മണരുൾപ്പെടെ നൂറുകണക്കിന് ഹിന്ദുക്കൾ വരുന്നുണ്ടെന്നും പാസ്റ്റർ പറയുന്നു. ഇവരെ ഗർവാപ്പസി നടത്താൻ BJP ശ്രമിക്കുന്നുവെന്നുമാണ് ബിനു വാഴമുട്ടം ആരോപിക്കുന്നത്. അല്ല, ഈ പെൺകുട്ടിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞ് ഇന്ത്യൻ പ്രസിഡന്റ് പറയുന്ന പോലാണ് അവരുടെ ധാരണ. ഈ ചെറുപ്പത്തിന്റെ അഹങ്കാരം ബോധമില്ലാത്ത പെണ്ണാണോ? അതാണ്, ബോധമില്ലായിരിക്കും സാർ. സാറേ, ഒരു കാര്യം കൂടി ഞാൻ സാറിനോട് പറയാം. എന്നോട് അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കും, നിങ്ങൾ സുപ്രീം കോടതി പോയിട്ട് വിധി വാങ്ങിച്ചുകൊണ്ട് വന്നാലും ഓക്കെ. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് പാസ്റ്റർ ഇതുകൊണ്ട് ഹൈക്കോടതി പോയിക്കൂടാ? സാറേ, ഇപ്പൊ ഇത് വന്നിട്ട് ഇപ്പൊ 6 മാസം ഞാനിപ്പം ഞങ്ങളുടെ വക്കീലിനെ സമീപിച്ച് ഹൈക്കോടതിയിൽ പോകാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. കാരണം ഹൈക്കോടതി വന്നു കഴിഞ്ഞ് ഈ പെൺകുട്ടിയെ ഡിസ്ക്വാളിഫൈ ചെയ്യും. കാരണം ഈ പെൺകുട്ടി ഒരു പൊട്ട പെണ്ണാണ്. കാരണം ബോധമില്ലാതാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരു കാര്യമുണ്ട്, ഇന്ത്യ എന്ന് പറഞ്ഞ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു ആരാധനാലയം, അതിന് മറ്റുള്ള പ്രശ്നങ്ങളില്ല, കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തേ മതിയാവത്തുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞു, സുപ്രീം കോർട്ട് പറഞ്ഞാൽ ചെയ്യത്തില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ ചെയ്യത്തില്ല, ഒരു പേട്ട് പെണ്ണ്. ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഗോകുൽ, എനിക്കിതിൽ വളരെ അത്ഭുതമായി തോന്നുന്നത്, ആ പാസ്റ്ററെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു മഹാനുണ്ടല്ലോ, അയാൾ ഏതാണ്? അതായത് ഇത്തരം തോന്നിമാസം ഒരു ഇന്റർവ്യൂയിലൂടെ വിളിച്ചു പറയുന്നത്, അതായത് പാസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ അയാളെ പാസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഗൗതം, അത് തന്നെയാണ്. തീർത്തും അധിക്ഷേപിക്കുന്ന രീതിയിൽ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിരയ്ക്കെതിരായിട്ട് ഈ അഭിമുഖം നടത്തുന്നയാളും ഒപ്പം ആ പാസ്റ്റർ ബിനു വാഴമുട്ടവും സംസാരിക്കുന്നത്. വളരെ ഹീനമായിട്ടുള്ള സംസാര ശൈലിയും ഭാഷയുമാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയം, ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം ഈ ബിനു വാഴമുട്ടം അങ്ങനെ അധികം മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാതെ മുങ്ങി നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പെട്ടെന്നാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ പ്രത്യക്ഷപ്പെട്ടത്. അയാൾ തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളൊരു ഇന്റർവ്യൂ ആണ്, അയാളെ വെള്ളപൂശാൻ വേണ്ടി മാത്രം നടത്തിയിട്ടുള്ളൊരു ഇന്റർവ്യൂ ആണ് എന്ന് അത് മുഴുവൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പാസ്റ്ററെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ട് മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തിയിരിക്കുന്നത്. ആ ഇന്റർവ്യൂ നടത്തിയ ആളുടെ പേരാണ് സാമുവൽ എന്ന് പറയുന്നത്. അയാളും വളരെ ഹീനമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ പാസ്റ്ററെ എതിർക്കുന്നവരെ വിശേഷിപ്പിക്കുകയും സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. പ്രത്യേകിച്ച് ആതിര എന്ന് പറയുന്ന 29 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയായിട്ടുള്ള ആ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് ഈ രീതിയിൽ അവഹേളിക്കുന്നത്. അവരെ വളരെ മോശം ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ അപമാനിക്കുന്ന ശൈലിയാണ് ഇവർ ഈ അഭിമുഖത്തിലുടനീളം ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ബിനു പാസ്റ്ററെ ഈ പറയുന്നത് പോലെ വെള്ളപൂശുന്നതിന് വേണ്ടി മാത്രം നടത്തിയിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിൽ വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ആദ്യം മുതൽ പറയുകയും ചെയ്യുന്നത്. ഒപ്പം ബിനു വാഴമുട്ടം പറയുന്നു, മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി BJPക്ക് പണം ലഭിക്കാത്തതിലുള്ള ചുരുക്കാണ്, അല്ലെങ്കിൽ അതുമായുള്ള ദേഷ്യമാണ് തന്നോട് ഇത്തരത്തിൽ പ്രതികാരം നടത്തുന്നത് എന്നുള്ള രീതിയിലുള്ള വ്യാജ പരാമർശങ്ങളും അത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളും ഇയാൾ ഒരു നെറേറ്റീവ് എന്നുള്ള രീതിയിൽ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് BJPക്കാർക്ക് ഇത്രയും രോഷം തന്നോട് വരാൻ കാരണം എന്നുള്ള രീതിയിൽ ഈ വിഷയത്തെ വളച്ചൊടിച്ചുകൊണ്ട്, ഇതിനൊരു വ്യാജ നെറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ഈ വിഷയത്തെ വഴിതിരിച്ചു വിടുവാനായിട്ടാണ് ബിനു വാഴമുട്ടം ശ്രമിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ ആതിര എന്ന് പറയുന്ന ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും ഈ രീതിയിൽ വലിയ അപഖ്യാതികളും അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശം പരാമർശം, അവർ സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും നൽകാതെയുള്ള മോശം പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരങ്ങൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അതിനെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ആ ഇന്റർവ്യൂവറും അതേ രീതിയിൽ തന്നെ സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നു. എന്തായാലും ഇതിന് എതിരെ നിയമ നടപടി കൃത്യമായിട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കാരണം വളരെ മോശമായിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമ നടപടി പരാതി കൊടുത്താൽ പോലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം മുമ്പ് ഈ ബിനു വാഴമുട്ടത്തിനെതിരായിട്ട് കൊടുത്ത പരാതികളൊക്കെ അങ്ങനെ തന്നെ പോലീസിന്റെ ഫയലിൽ കെട്ടിക്കിടക്കുകയാണ്. ഒരു നടപടിയും, ഒരു കേസിൽ പോലും FIR ഇടുവാനോ അതിന്റെ തുടർ നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. അതിന് കാരണം ഇയാൾ തന്നെ ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തൻ്റെ കയ്യിൽ നിന്നും പണം പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം അയാൾ പരോക്ഷമായിട്ട് സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പാർട്ടികൾ ഇയാളോട് കൂറ് കാണിക്കുന്നു, നന്ദി കാണിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ സുരക്ഷിതനായിട്ട് ഇപ്പോഴും തുടരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും യാതൊരു സംശയമില്ല. ഒപ്പം ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനമടക്കം നമ്മൾ മുമ്പ് പലതവണ ചർച്ച ചെയ്തിരുന്നതാണ്. എന്തായാലും അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇയാൾ വളരെ സുരക്ഷിതനായിട്ട് വിലസിക്കൊണ്ടിരിക്കുകയാണ്, പോലീസിന്റെ കൺമുന്നിൽ വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വന്നുകൊണ്ട് വിദ്വേഷ പരാമർശങ്ങളും വളരെ മോശം പരാമർശങ്ങളും ഒക്കെ നടത്തുകയും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ
പറഞ്ഞുകൊണ്ട് അങ്ങനെ സുഖമായിട്ട് തുടരുകയും ഒക്കെ തന്നെ ചെയ്യുകയാണ്. നേരെ മറിച്ച് ഇയാൾക്ക് എതിരെ നിന്ന ആളുകളൊക്കെ ഇപ്പോൾ കേസിന്റെ ഭീതിയിലാണ്, അല്ലെങ്കിൽ നിയമക്കുരുക്കിന്റെ ഭീതിയിലാണ്. അവർക്കെതിരെ ഏത് നിമിഷവും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകാമെന്നുള്ളൊരു സാഹചര്യം കൂടിയിട്ടാണ്. കള്ളക്കേസുകളിൽ അവരെ കുടുക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇയാൾക്കെതിരെ നിൽക്കുന്നവരെയൊക്കെ തന്നെ ഈ രീതിയിൽ കള്ളക്കേസുകളിലൂടെയും ഇത്തരത്തിൽ വ്യാജ അപഖ്യാതികളിലൂടെയും ഒക്കെ തന്നെ അപമാനിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിനു പാസ്റ്ററും അതോടൊപ്പം തന്നെ അയാളുടെ അനുയായികളും ചേർന്നുകൊണ്ട്. എന്തായാലും ഇയാളുടെ സ്ഥാപനത്തിനെതിരെ ഇയാൾക്കെതിരെ വന്നിട്ടുള്ള ഈ നിയമ ലംഘന നടപടികൾക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല, ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാകുന്നില്ല നിയമ സംവിധാനങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും ഭാഗത്തു നിന്ന് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. എന്തായാലും ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യമാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗം ഇയാൾക്കെതിരായിട്ട് ശക്തമായിട്ട് തന്നെ പ്രതിഷേധത്തിലുണ്ട്, പരാതികളുമായിട്ടൊക്കെ തന്നെ രംഗത്തുണ്ട്. പക്ഷേ നിയമ സംവിധാനങ്ങൾ ഇയാളെ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുകയാണ് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള വസ്തുത. വ്യക്തമാണ്. ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്. ഓമല്ലൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര, നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ആതിര അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി എത്തുന്നത്. വളരെ കൊച്ചുകുട്ടിയാണ്, കേരളത്തിന്റെ തന്നെ അഭിമാനമായി വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ മുഖമാണ് ആതിര. ആതിര എന്ന ആ കൊച്ചുകുട്ടിയെ പറ്റിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നയാളും അതോടൊപ്പം തന്നെ ഈ വിവാദ പാസ്റ്ററും അധിക്ഷേപ സ്വരം ഉയർത്തുന്നത്. എന്തായാലും ഈ ഇന്റർവ്യൂ ഇതിനകം തന്നെ വിവാദമായി മാറുന്നുണ്ട്. പക്ഷേ എത്ര വിവാദം ചൂടുപിടിച്ചാലും കേരള പോലീസ് ഈ പാസ്റ്ററെ തൊടുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഗോകുലാണ് വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ചേർന്നത്.